ഫ്രണ്ടിൽ തന്നെ അവിടെ ഒരു വലിയൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ഒരു ക്രോം ട്രീറ്റ്മെൻറ്റിനാണ് ലോഗോ വന്നിട്ടുള്ളത്. പിന്നെ ചുറ്റും പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു ഗ്രിൽ. ഈ ഒരു പോർഷൻ ശ്രദ്ധിച്ചു നോക്കിക്കോളെ. ജർമ്മൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു മോർണിംഗിൽ നമുക്കൊരു മോട്ടിവേഷൻ തരുന്ന ഒരു ക്യൂട്ട് സെഡാൻ വേണമെങ്കിൽ വിളിക്കാം. കാരണം അത്രയും ഒരു ക്യൂട്ട്നെസ്സോടെയാണ് ഈ വാഹനം വന്നിട്ടുള്ളത്. ഒരു വണ്ടി കൂടിയാണ് ഇവിടെ. ഞാൻ ഈ Q3 ഒരു സെയിലിൻ്റെ ഒരു വീഡിയോ ഒക്കെ വന്നപ്പോൾ ശരിക്കും കണ്ടൊരു ക്രഷ് അടിച്ചൊരു വണ്ടി നിങ്ങളെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോവാണ്. ഓഡി A3. ശരിക്കും ഓഡി നമ്മളെല്ലാവരും വിളിക്കും പ്രൊണൗൺസിയേഷൻ ഔഡി എന്നാണ്. ഔഡി A3. കാരണം ശരിക്കും കണ്ടപ്പോൾ എനിക്ക് ക്രഷ് എന്ന് പറഞ്ഞാൽ ലവ് ഫസ്റ്റ് അടിച്ചൊരു വണ്ടി കൂടിയാണ് ഇവിടെ A3. നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് അടുത്ത് പരിചയപ്പെടാം. എല്ലാവർക്കും പുതിയവരിലേക്ക് സ്വാഗതം. ഇത് സെയിലുള്ള വണ്ടിയാണ്. എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്, ഏതൊക്കെ മോഡലാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും വിട്ടു. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ പറഞ്ഞ ഔഡി A3. ശരിക്കും ഒരു ക്യൂട്ടായിട്ടുള്ളൊരു വാഹനം എന്ന് വേണമെങ്കിൽ പറയാം. ക്യൂട്ട് സെഡാൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. കാരണം അത്രയും ഒരു ക്യൂട്ട്നെസ്സോടെയാണ് ഈ വാഹനം വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഏതൊരു പോർഷൻ നോക്കുകയാണെങ്കിലും, ബാക്ക് പ്രൊഫൈലാണെങ്കിലും, സൈഡ് പ്രൊഫൈലാണെങ്കിലും, ഫ്രണ്ട് പ്രൊഫൈലാണെങ്കിലും ആരെയും നോക്കി പോകും. അത്രയും ഒരു ക്യൂട്ട്നെസ് ആയ ഒരു വണ്ടിയാണ് ഔഡി A3. അപ്പോൾ നമുക്കൊന്ന് അടുത്ത് പരിചയപ്പെടാം ഈ ഒരു വാഹനത്തിന്. ഡയറക്റ്റ് ഫ്രണ്ടിൽ പോയിട്ട് ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ അതാ ഫ്രണ്ടിൽ തന്നെ അവിടെ ഒരു വലിയൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ഒരു ക്രോം ട്രീറ്റ്മെൻറ്റിനാണ് ലോഗോ വന്നിട്ടുള്ളത്. പിന്നെ ചുറ്റും പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു ഗ്രിൽ യൂണിറ്റും കാണാനായിട്ട് സാധിക്കും. പിന്നെ നേരെ ചേർന്നിട്ട് ഒരു ക്രോം ട്രീറ്റ്മെൻറ്റും പോയിട്ടുണ്ട് അതിലൂടെ. പാർക്ക് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ടോ ഒരു ടോയ് ഹുക്കും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ നേരെ താഴെ ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ ഫോഗിലെ ഹൗസിംഗ് ഒക്കെ നല്ലൊരു പ്രീമിയം ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ഒരു ഹൗസിംഗ് കൊടുത്തിട്ടുണ്ട്. പ്രൊജക്ട് LED ലാംപ്സാണ് ഈ വാഹനത്തിൽ വന്നുള്ളത്. അതുപോലെ ബോർഡിൽ നമുക്ക് ക്യാരറ്റ് ലൈൻസും കാണാനായിട്ട് സാധിക്കും. ഭയങ്കര അട്രാക്ഷനുള്ള രീതിയിലാണ് ഇതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു വീൽ ആർച്ച് കാണുമ്പോൾ തന്നെ ഒരു ക്യൂട്ട്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ. അപ്പോൾ ഇതാണോ ഇതിൻ്റെ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ബ്ലാക്ക് ഔട്ട് ചെയ്യുന്ന റൂഫ് ബ്ലാക്ക് ഔട്ടിൽ വന്നിട്ടുള്ളത്. വൈപ്പേഴ്സ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇത്തിരി നല്ലൊരു ക്യൂട്ട്നെസ് വാഹനമാണ് ഔഡി A3. ഇന്ന് നമ്മൾ സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുമ്പോൾ മെയിൻ ഹൈലൈറ്റ് നിൽക്കുന്നത് ഒരു അലോയ് വീൽസ് ആണ്. ഔഡിയുടെ ലോഗോട് കൂടി വരുന്ന ഒരു അലോയ് വീൽസ് ആണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. 17 ഇഞ്ച് 225/45 പ്രൊഫൈൽ വീൽസ് ആണ് ഈ വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം അതിൽ ഔഡിയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കാണ് വന്നിട്ടുള്ളത്. നേരത്തെ വീൽ ആർച്ചസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ S-ലൈൻ്റെ ഒരു പെർഫോമൻസിന് ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഒരു റെഡ് ഇൻസേർട്ട് കാണുമ്പോൾ ഒരു പെർഫോമൻസ് ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട് കാണുമ്പോൾ തന്നെ. താഴെ സ്പീഡ് പ്ലേറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്, സൈഡ് വ്യൂ മിറർ. പിന്നെ ചുറ്റും ഒരു ഷോൾഡർ ലൈൻസും കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇതാണ് കീ വന്നിട്ടുള്ളത്. ഔഡി A3 കീ ഫ്ലിപ്പ് കീ ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നേരെ ഡോർ ഹാൻഡിൽ കൊടുത്തും ബോഡി കളർ ഡോർ ഹാൻഡിലാണ് ഈ വാഹനത്തിൽ വന്നുള്ളത്. ഡുവൽ ടോൺ ആണ്. അതായത് റൂഫ് ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കണേ ഈ ഒരു ഭാഗം മാത്രം. കാരണം ഒരു സൺ റൂഫാണ് വന്നിട്ടുള്ളത്. ഇവിടെ പ്ലെയിൻ വൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. പ്യുവർ വൈറ്റ് വേണമെങ്കിൽ പറയാം. എന്തായാലും എനിക്ക് വണ്ടി ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടും. ആരെങ്കിലും നോക്കി പോകുന്ന ഒരു ഡിസൈൻ അതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഫ്രണ്ടിൽ പറഞ്ഞ സെയിം വീലാണ് ബാക്കിലും ഡിസ്ക് ബ്രേക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഒരു കൂപ്പേ ഡിസൈൻ പോലെ തോന്നി കാണുമ്പോൾ തന്നെ. ഈ ഒരു ബാക്ക് വിൻഷീൽഡ് ഒരു കൂപ്പേ ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നേരെ ബാക്ക് പ്രൊഫൈൽ വരുമ്പോൾ അപ്പോൾ ഓവറോൾ തന്നെ ഒരു ബാക്ക് പ്രൊഫൈൽ വന്നിട്ടുണ്ട്. ബാക്കിൽ നമുക്ക് ഔഡിൽ ലോഗോ കൊടുത്തിട്ടുണ്ട്. A3 ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 35 TDI കൊടുത്തിട്ടുണ്ട്. ടെർബോ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ആണ് ഇതിൻ്റെ ഫുൾ ഫോം വന്നിട്ടുള്ളത്. പിന്നെ പാർക്ക് സെൻസേഴ്സ് കാണാൻ സാധിക്കും. ഒരു എക്സോസ്റ്റ് ടിപ്പ് കൊടുത്തിട്ടുണ്ട്. ഒരു പെർഫോമൻസ് ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട് എക്സോസ്റ്റ് ടിപ്പ് കാണുമ്പോൾ തന്നെ. ഇതിൻ്റെ ബൂട്ട് സ്പേസ് നോക്കാം. കീലൊന്ന് അൺലോക്ക് ആക്കിയിട്ട് കേട്ടോ നമ്മൾ കീലാണ് ഇപ്പോൾ അൺലോക്ക് ആക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ബൂട്ടിലിട്ട് അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസ് ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ താഴെ കൊടുത്തത്. അതുപോലെ ഈ സ്റ്റെപ്പിന് കുടുക്കിയിട്ടൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. സ്പെയർ വീല് ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ബാക്ക് പ്രൊഫൈൽ വരെയുള്ളത്. പിന്നെ ട്രയാങ്കിൾ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ. ട്രയാങ്കിൾ ഇവിടെയാണ് മൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. മാനുവലി ക്ലോസ് ചെയ്യണ ബൂട്ട് ലിഡാണ് വന്നുള്ളത്. ശരിക്കും കണ്ടപ്പോൾ ചെറിയൊരു ക്രഷ് അടിച്ച മോഡലും കൂടിയാണ് അവിടെ A3. കാരണം നമ്മൾ വന്നിട്ടുള്ളത് ആ ഒരു Q3 വീഡിയോ എടുക്കാനാണെങ്കിലും വന്നപ്പോൾ എനിക്ക് കണ്ടിഷ്ടപ്പെട്ടു. നിങ്ങളൊന്ന് പരിചയപ്പെടുത്താനും കൂടി വേണ്ടിയിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നേരെ ഇന്ത്യനെ കുറിച്ച് പറയാം. നമ്മൾ ഇന്ത്യനെ കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് നമുക്ക് ഡോർ പേഡ് നോക്കാം. ഡുവൽ ടോൺ കളറിലാണ് ഒരു ഡോർ പേഡ് വന്നിട്ടുള്ളത്. ലോക്ക് അൺലോക്കും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പവർ വിൻഡോ കൺട്രോൾസും കൊടുത്തിട്ടുണ്ട്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സും കാണാനായിട്ട് സാധിക്കും. അതുപോലെ S-ലൈനിലൊരു കഫ് പ്ലേറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റ്സും
കാര്യങ്ങൾ ഇവിടെ. ഇന്ത്യനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇന്ത്യയിൽ നമുക്ക് ഒരുപാട് എലമെന്റ്സ് ഒരു ക്യൂട്ട്നെസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗം പോർഷൻ നോക്കുകയാണെങ്കിലും പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ സെൻട്രൽ കൺസോൾ നോക്കുകയാണെങ്കിലും നമുക്ക് ഒരുപാട് ക്യൂട്ട്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വന്നിട്ട് ഇൻഫോടൈം സിസ്റ്റം, ഈ ഒരു പോർഷൻ ശ്രദ്ധിച്ചു നോക്കിക്കോളെ. ഒരു അപ്പായിട്ട് വരുന്ന ഒരു ഇൻഫോടൈം സിസ്റ്റമാണ് ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. നമ്മൾ നേരെ സ്റ്റിയറിംഗ് വീൽ നോക്കുകയാണെങ്കിൽ സ്റ്റിയറിംഗ് വീൽ കൺട്രോൾസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇത് ക്ലസ്റ്റർ കൺട്രോൾസ് ബട്ടണാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ക്ലസ്റ്റർ യൂണിറ്റ് ഒരു RPM കാണുമ്പോൾ തന്നെ അതുപോലെ സ്പീഡോമീറ്റർ കാണുമ്പോൾ തന്നെ ഒരു ഓട്ടോമേറ്റിക്സിന് മനസ്സിൽ കയറി വരുന്ന ഒരു കാര്യമുണ്ട്. ഒരു ഹരം കയറി വരും. കാരണം ആ ഒരു കാല് കൊടുത്ത് പോണ ഫീല് ഈ ഒരു RPM റെഡ് ലൈൻ ചെയ്യണതും ശരിക്കും ഒരു ഓട്ടോമേറ്റിക്സിന് ഒരു ഹരം കയറി വരുന്നൊരു എലമെന്റ്സ് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ക്രൂയിസ് കൺട്രോൾ ഇവിടെയാണ് സെറ്റ് ചെയ്യുന്നത്. നേരെ സെൻട്രൽ കൺസോളൊക്കെയാണ് ഇവിടെ ഒരു AC വെന്റിൽ കൊടുത്തിട്ടുണ്ട്. ആധാർ ലാമ്പ്, ട്രാഷ് കൺട്രോൾ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ, ഇത് ബട്ടൺ പ്രസ് ചെയ്താലും നമുക്ക് ആ ഒരു ഫീച്ചർ വരുന്നതാണ്. അതുപോലെ AC കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ആസ്ട്രേ കൊടുത്തിട്ടുണ്ട്, കോയിൻസ് കാര്യങ്ങളൊക്കെ. അതിൽ അവിടെയുടെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കപ്പ് ഹോൾഡറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ഗിയർ ബോക്സ്, വാവ്, ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഹരം കയറി വരും ഒരു ഓട്ടോ എന്തൂസിയാസ്റ്റിന്. അതുപോലെ തന്നെ മീഡിയ കൺട്രോൾസ് ബട്ടൺസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടച്ച് പാഡും ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ പ്രസ് ചെയ്യുകയാണെങ്കിലും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് ഓട്ടോ ഹോൾഡിൻ്റെ ബട്ടൺ, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, ഇവിടെ ഒരു സെൻട്രൽ ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും. ഇവിടെ സ്റ്റോറേജ് സ്പേസ് കൊടുത്താൽ അത്യാവശ്യം വലിയൊരു സ്റ്റോറേജ് സ്പേസിന് അതിൽ വന്നത്. പിന്നെ ഇവിടെ മീഡിയ കൺട്രോൾ ഇവിടെയാണ്, CD കാലൊക്കെ ഇടാനുള്ളത് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഔട്ടി മൾട്ടിമീഡിയ, യെസ് ആണ്. ഇതിലൊരു മിറർ വിത്ത് ലാമ്പാണ് വന്നിട്ടുള്ളത്. അതുപോലെ പാസഞ്ചറിലും മിറർ വിത്ത് ലാമ്പാണ് വന്നിട്ടുള്ളത്. അതുമാത്രമല്ല സൺറൂഫ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട്. ഒരു പെർഫോമൻസ് സൂചിപ്പിക്കുന്ന സൺറൂഫും ഈ ഒരു മോഡല് വന്നിട്ടുണ്ട്. സിംഗിൾ പാൻ സൺറൂഫാണ് വന്നിട്ടുള്ളത്. പിന്നെ സീറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ അത്യാവശ്യം നല്ല കംഫർട്ടുള്ള സീറ്റ്സാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള സീറ്റ്സും ഒരു കംഫർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ ഒരു മോഡലിൽ. അപ്പോൾ എനിക്കെന്തായാലും വണ്ടി ഇഷ്ടപ്പെട്ട്, അപ്പോൾ നമ്മൾ സെയിലുള്ള വണ്ടിയാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസിന് നമ്മൾ കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് റോ കൂടി കണ്ടിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സെക്കൻഡ് റോ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ലെഗ് റൂമുള്ള സെക്കൻഡ് റോയാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇരുന്ന് കഴിഞ്ഞാലും അത്യാവശ്യം നല്ല ലെഗ് റൂം ഉണ്ട്. അതിന് ഹെഡ് റൂം അത്യാവശ്യം നല്ല ഉണ്ട്. എന്തൊരു ഹൈറ്റ് വെച്ചിട്ട് നല്ല കംഫർട്ടിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ഇവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്, ഒരു AC വെന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 200 ചാർജിങ് സോക്കറ്റ് വന്നിട്ട് സെൻട്രൽ ടണലുള്ള കാരണം ബാക്കിൽ 2 പേർക്ക് സുഖമായിട്ട് കംഫർട്ടിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. സെൻട്രൽ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഇരിക്കാം, അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് BMW 3 സീരീസിലാണ് കോമ്പറ്റീറ്റർ ഉള്ളത്. കാരണം ഇപ്പോൾ നമ്മുടെ ഒരു നാട്ടിൽ ഒരു പ്രീമിയം വണ്ടി മേടിക്കണമെന്നുണ്ടെങ്കിൽ 3 ഓപ്ഷനാണ്: ഔഡി, BMW, ബെൻസ്. BMW എന്ന് പറയുന്നത് പെർഫോമൻസ് ഓറിയന്റഡ്, അത് ഡ്രൈവേഴ്സ് കാറാണ് BMW. അതുപോലെ തന്നെ ബെൻസ് എന്ന് പറയുന്നത് കംഫർട്ട് ഓറിയന്റഡ്. അപ്പോൾ ഔഡിയിൽ വരുന്നത് പെർഫോമൻസ് പ്ലസ് കംഫർട്ട് രണ്ടും കൂടി ഉള്ളൊരു മോഡലാണ് ഔഡി വരുന്നത്. അത് നല്ലൊരു കാര്യമാണ്, രണ്ടും കൂടി വരുന്നൊരു മോഡൽ. അപ്പോൾ നിങ്ങൾക്ക് പെർഫോമൻസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കംഫർട്ടിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. കാരണം ജർമ്മൻ കാർ ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു മോർണിംഗിൽ നമുക്കൊരു മോട്ടിവേഷൻ തരുന്ന ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു സിസ്റ്റമാണ് ജർമ്മൻ കാർ നമുക്ക് ലഭിക്കുന്നത്. അതൊന്നും നല്ലൊരു കാര്യമായിട്ട് എടുത്ത് പറയാൻ സാധിക്കും. ഇവിടെ ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ നമുക്ക് ബൂട്ട്സിലായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എൻജിൻ ബേ ഓപ്പൺ ചെയ്യാനായിട്ട് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്, കണ്ടോ. അത് മാത്രമല്ല, അപ്പോൾ നമ്മൾ വണ്ടി ഡോർ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. അൺലോക്ക് ചെയ്താൽ മാത്രമാണ് ഇത് ഓപ്പൺ ചെയ്യാൻ സാധിക്കുക. അത് നല്ലൊരു ഫാക്ടറി ആയിട്ട് തോന്നി. കാരണം ഡ്രൈവ് ചെയ്യുമ്പോൾ ആരും ഓപ്പൺ ചെയ്യില്ല. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറിനെ കുറിച്ച് പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിനൊരു എൻജിൻ ബേ വന്നത്. എൻജിനെ കുറിച്ച് പറയുന്ന സമയത്ത് 1.9 ലിറ്റർ എൻജിൻ ഈ വാഹനത്തിൽ വന്നുള്ള ഏകദേശം 143 HP പവർ 320 Nm ടോർക്ക് വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത് 4 സിലിണ്ടർ എഞ്ചിനാണ് ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. നമുക്ക് അവിടെ ലോഗോ കാണാൻ സാധിക്കും. അതുപോലെ TDI ടർബോ ഡയറക്റ്റ് ഇഞ്ചക്ഷനാണ് ഇതിൻ്റെ ഫുൾ ഫോം വന്നിട്ടുള്ളത്. പിന്നെ ഹൈഡ്രോളിക് നിൽക്കുന്ന ഒരു സ്ട്രെങ്ത് ഉള്ള കാരണം ഫുഡ് നേരെ ക്ലോസ് ആയിക്കോളും, നേരെ ക്ലോസ് ആയിക്കോളും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഔഡി A3നെ കുറിച്ച് പറയാനുള്ളത്. എല്ലാ ഫീച്ചേഴ്സും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 2014 മോഡൽ ഔഡി A3 സെക്കൻഡ് ഓപ്ഷനൊക്കെ വായന 1,06,500 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ് മാത്രം
ചെയ്തിട്ടുള്ളൂ. ഇതിന് ഒരു പ്രൈസിനെ കുറിച്ച് പറയുന്നത് 15,50,000 രൂപ ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത്. നെഗോഷ്യബിൾ പ്രൈസ് ആണ്. നമ്മുടെ വീഡിയോ കണ്ട് വിളിക്കുന്ന പറഞ്ഞാൽ സ്പെഷ്യൽ ഓഫറോട് നമുക്ക് വേണ്ടി സ്വന്തമാക്കാൻ സാധിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുടെ ചെറിയൊരു ബ്രേക്ക്.